ശ്രദ്ധേയമായ ചില ഒഴിവാക്കലുകളും ചില കൂട്ടിച്ചേർക്കലുകളും ഒക്കെ ഉണ്ടായിരുന്നു ഈ സമ്മേളനത്തിനിടയിൽ. അതിലൊന്ന് പി ജയരാജനാണ്. പി ജയരാജനെ വീണ്ടും CPM തഴഞ്ഞു. ജയരാജനെ മറികടന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. KK ശൈലജ സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചതും ശ്രദ്ധേയമാണ്. അതേസമയം മന്ത്രി MB രാജേഷിനെ വീണ്ടും അവഗണിച്ചു. സംഘടനാ പ്രവർത്തനം തന്നെ നിർത്തുമെന്ന് പലതവണ സൂചിപ്പിച്ച് EP ജയരാജനെ നിലനിർത്തിയതും ശ്രദ്ധേയമായി. ഒരു കാലത്ത് പിണറായി വിജയന്റെ വലം കൈ VS പിണറായി വിഭാഗീയത കത്തി നിൽക്കുമ്പോൾ പിണറായി ക്യാമ്പിലെ മുന്നണി പോരാളി, കണ്ണൂരിന്റെ ചെന്താരകമെന്ന് അണികൾ ആവേശത്തോടെ വിശേഷിപ്പിക്കുന്ന പി ജയരാജൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പിണറായിയുടെ ഗുഡ് ബുക്കിലില്ല. അതിന്റെ ഒടുവിലത്തെ തെളിവായി മാറുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണം. അടുത്ത സമ്മേളനകാലത്ത് 75 വയസ്സ് പിന്നിടുന്ന ജയരാജന് ഒരുപക്ഷെ CPM സെക്രട്ടേറിയറ്റിൽ ഇനിയൊരു അവസരം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഒരുപടി ആളുകൾ ഇനിയും ഉണ്ടല്ലോ പരിഗണിക്കണം. ഞങ്ങൾ നൂറുകണക്കിന് സഖാക്കൾ ഈ സമ്മേളന പ്രതിനിധികളായ മുഴുവൻ ആളുകളെയും ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പരിഗണിക്കാനാവില്ലല്ലോ. അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെയായിരുന്നു EP ജയരാജൻ പാർട്ടിയിൽ നിന്ന് അകന്നത്. ആത്മസഖാവ് പിണറായിയുമായും പിണങ്ങി. എന്നാൽ ആ അകൽച്ച കുറയുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് 75 വയസ്സിനോട് അടുത്തിട്ടും സെക്രട്ടേറിയറ്റിൽ EP-യെ നിലനിർത്താനുള്ള തീരുമാനം. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനനെ മറികടന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ സെക്രട്ടേറിയറ്റിലെത്തിയത് അപ്രതീക്ഷിതമാണ്. MB രാജേഷ് ഇത്തവണയെങ്കിലും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുമുണ്ടായില്ല. AK ബാലനും ആനാവൂർ നാഗപ്പനും ഒഴിഞ്ഞതോടെ തിരുവനന്തപുരത്തിനും പാലക്കാടിനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു. KK ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയത് MV ഗോവിന്ദന്റെ പിന്തുണയിലാണെന്നാണ് സൂചന. KR ഗൌരിയമ്മയ്ക്കും സുശീല ഗോപാലനും PK ശ്രീമതിക്കും ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമാകുന്ന വനിതയാണ് KK ശൈലജ. കഴക്കൂട്ടം MLA കൂടിയായ കടകംപള്ളി സുരേന്ദ്രനും മുൻ സ്പീക്കർ M വിജയകുമാറും വീണ്ടും തഴയപ്പെട്ടു. ന്യൂസ് 18 കൊല്ലം.